വീരഹാഗ്നി എപ്പിസോഡ് 28. രചന തഹസി, അവതരണം ലിൻസി. തനിക്ക് മുന്നിൽ ഒരു കുഞ്ഞെന്ന സ്വപ്നത്തോടെ വന്നിരിക്കുന്ന ഒരുപാട് ദമ്പതികളെ കണ്ടിട്ടുണ്ട്. അവരുടെ കണ്ണിലെ പ്രതീക്ഷയും വേദനയും കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും എല്ലാം വിഭിന്നമായൊരു ഭാവം. പിന്നെന്തിനിവിടെ വന്നു എന്ന് പോലും ചിന്തിച്ചു അംബിക. യാമി ഇന്ദ്രൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് അവനെ ദയനീയമായെന്ന് നോക്കി. ഇന്ദ്രൻ്റെ നോട്ടവും അവളിലേക്കായി. ഒരു നിമിഷം അങ്ങനെ ഇരുന്നവൾ അവൻ്റെ കയ്യിലെ പിടിവിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇന്ദ്രജിത്ത് വൈഫിൻ്റെ നിർബന്ധത്തിന് വന്നതാണോ? അംബിക ടേബിളിൽ ഇരിക്കുന്ന പെൻ എടുത്ത് കയ്യിൽ വെറുതെ തിരിച്ചുകൊണ്ട് ഇന്ദ്രനെ സൂക്ഷിച്ചു നോക്കി. അവരുടെ ആ പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ചെറിയൊരു പതർച്ചയോടെ അവൻ അവരെ നോക്കി. വേറെ ഒന്നുമല്ല, ഇവിടെ ഇത്ര നേരം ഇരുന്നിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇന്ദ്രജിത്ത് ശ്രദ്ധിച്ചിട്ടേയില്ല. ഒന്നിലൊരു താല്പര്യമില്ലാത്ത ഭാവം. ഇപ്പോൾ ഒരു കുഞ്ഞിനെ ഇന്ദ്രജിത്ത് ആഗ്രഹിക്കുന്നില്ല അല്ലേ? രണ്ടുപേരും പരസ്പരം ഒന്ന് തുറന്ന് സംസാരിക്കാതെയാണോ ഇങ്ങനെയൊരു തീരുമാനം വൈഫ് എടുത്തതും നിങ്ങൾ ഇങ്ങോട്ട് വന്നതും? അംബിക അല്പം ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു നിർത്തി. അവരുടെ ആ സംസാരത്തിൽ ഇന്ദ്രനും ഒന്ന് പരിങ്ങിപ്പോയി. ഡോക്ടർ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇപ്പോൾ ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. അത് യാമിക്കും അറിയാം. പക്ഷെ അവളുടെ ആ വാശി കണ്ടില്ലെന്ന് നടിക്കാനും കഴിയില്ല. അവൻ്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഭാരം തിങ്ങി. വൈഫിനോട് തുറന്ന് സംസാരിച്ചിട്ടില്ലേ ഇന്ദ്രജിത്ത്? പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ? അംബിക തിരക്കി. അവൻ പതിയെ തലകുലുക്കി. ഉണ്ട്, ബട്ട് യാമിക്ക് കുഞ്ഞിനെ വേണം എന്നല്ലാതെ മറ്റൊന്നും അവൾ ചിന്തിക്കുന്നില്ല. ഇവിടെ ഇന്ദ്രജിത്തിന് പ്രത്യേകിച്ച് ഒരു പ്രോബ്ലവും ഇല്ല. ബട്ട് യാമിക്ക് അങ്ങനെയല്ല. കടലിന് അടിത്തട്ടിൽ നിന്ന് മുത്തുകൾ തേടുന്ന പോലെ അത്രയും കഠിനമാണ്. ഇന്ദ്രജിത്ത് വിചാരിക്കാതെ ഒരു മാറ്റവും ഇതിൽ ഉണ്ടാകാനും പോകുന്നില്ല. ഇന്ദ്രൻ പതിയെ തല താഴ്ത്തി. ആദ്യം നിങ്ങൾ തുറന്ന് സംസാരിക്കൂ, എന്നിട്ട് മതി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ, ഓക്കെ? അംബിക വീണ്ടും പറഞ്ഞു. ഇന്ദ്രനൊന്ന് മോളിക്കൊണ്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. വേദ് ഗൗരിയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ആ ഗേറ്റ് കടന്ന് പോരുന്നേരം അവൾ ആരെയായിരിക്കും കണ്ടതെന്ന് ചിന്തിച്ചു നോക്കിയവൻ. എന്താ ഗൗരി? വിൻഡോയിലൂടെ പുറകിലേക്ക് തല ചരിച്ച് നോക്കുന്ന കണ്ട് അരുന്ധതി തിരക്കി. ഒന്നുമില്ല ചെറിയമ്മേ, ഞാൻ ആരെയോ അവിടെ. ഗൗരിയുടെ കണ്ണുകൾ ഗ്ലാസ്സിലൂടെ പുറകിലേക്ക് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഓർമ്മയിൽ തെളിഞ്ഞു നിന്ന ആ മുഖത്തെ വീണ്ടും തേടുന്ന പോലെ. ഗൗരി കണ്ണുകൾ ഇറുകെ അടച്ചു തുറന്നു. വേദ് വീണ്ടും വീണ്ടും അതേക്കുറിച്ച് ചിന്തിച്ചു നോക്കി. അവളുടെ ആ നിറഞ്ഞ കണ്ണുകൾ. അവളിലെ അസ്വസ്ഥത എന്തിനായിരിക്കുമെന്ന് അവന് പിടികിട്ടുന്നേയില്ല. അവിടെ ആരെയും കണ്ടതായി അവനും ഓർക്കുന്നില്ല. ഗൗരിയുടെ കണ്ണുകൾ നനഞ്ഞു. കാരണമില്ലാതെ. എന്തെന്നറിയാത്ത ഒരു ഭാരം നെഞ്ചിനുള്ളിൽ പടർന്നതുപോലെ. അവൾ മുന്നോട്ട് കണ്ണുകൾ നട്ടിയിരുന്നെങ്കിൽ കൂടിയും അവളുടെ ചിന്തകൾ പുറകിൽ തന്നെ അലഞ്ഞു നടന്നു. കാണാനേറെ കൊതിച്ച മുഖം, ആ സാമീപ്യം. തൊട്ടുമുന്നേ അറിഞ്ഞതുപോലെ അവളുടെ ഉള്ളം വിങ്ങി. അവൾ വില്ലുകൾ തമ്മിൽ കൂട്ടുപിടിച്ചു. സ്വയം ശാന്തമാകാൻ ശ്രമിച്ചെങ്കിലും മനസ്സ് കൈപ്പിടിയിൽ ഒതുങ്ങാത്ത പോലെ. അവളുടെ ശ്വാസവും കുതിച്ചുയർന്നു. ഏറെ നേരമായി അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട്. എന്നിട്ടും പാർക്കിൽ നിന്നും ഇന്ദ്രൻ്റെ കാർ പോയില്ലെന്ന് കണ്ടതും ഡോർ അടയ്ക്കാൻ വന്ന അംബിക സംശയത്തോടെ നോക്കി. അവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് വാച്ച്മാനെ കൈ കാണിച്ച് വിളിച്ചു. ആ കാർ എന്താ എടുക്കാത്തത് ഭാസ്കര? ഒന്ന് നോക്കിക്കേ. അംബിക പാർക്കിങ്ങിലേക്ക് ചൂണ്ടി പറഞ്ഞു. അയാൾ നടന്നു ചെന്ന് കാറിൻ്റെ ഗ്ലാസ്സിലൊന്ന് കൊട്ടി. ഇന്ദ്രേട്ടാ. സ്റ്റിയറിങ്ങിലേക്ക് നെറ്റിമുട്ടിച്ചിരിക്കുന്നവനെയും നോക്കി എന്ത് ചെയ്യുമെന്നറിയാതെ ഇരുന്നവൾ പതിയെ അവൻ്റെ തോളിൽ തട്ടി. കാറിൽ കയറിയത് മുതലുള്ള ഇരിപ്പാണവൻ. യാമി എന്തൊക്കെ ചോദിച്ചിട്ടും പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാത്ത പോലെ. അവൻ കണ്ണുകൾ അടച്ചായി ഇരിപ്പ് തുടർന്നു. അവൻ്റെ ആ പ്രവൃത്തിയിൽ യാമിയും ആകെ വല്ലാതായി. അവനോട് സംസാരിക്കാൻ പോലും ഉള്ളിലൊരു ഭയം. എന്താ യാമി? അവൻ മടുപ്പോടെ തലയുയർത്തി അവളെ നോക്കി. ദേ ആള്. യാമി വിക്കിക്കൊണ്ട് ഗ്ലാസ്സിന് നേരെ വിരൽ ചൂണ്ടി. അവൻ തല ചരിച്ചു നോക്കി. പുറത്തു നിൽക്കുന്ന ആളെ കണ്ടതും പതിയെ ഗ്ലാസ് താഴ്ത്തി. എന്താ സാറേ, വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയാൾ ഭവ്യതയോടെ തിരക്കി. ഒന്നുമില്ല ചേട്ടാ, ഞങ്ങളിത് ഇറങ്ങുന്നു. അവൻ അയാളെ നോക്കി ഒരു ചിരി വരുത്തിക്കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഏതു നേരവും വാതോരാതെ സംസാരിക്കുന്നവൾ ആ യാത്രയിലുടനീളം ഒന്നും മിണ്ടിയില്ല. അവനെ നോക്കാൻ പോലും സാധിക്കുന്നില്ല. മടുപ്പോടെയുള്ള നോട്ടം താങ്ങാൻ പറ്റാത്ത പോലെ. സ്റ്റേഷനിലെത്തി കാറിൽ നിന്ന് ഇറങ്ങി റൂമിലേക്ക് നടക്കുമ്പോഴും അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. പരസ്പരം മിണ്ടാനോ നോക്കാനോ കഴിയാത്ത വിധം അസഹനീയമായ മൗനം. യാമി, ഡോർ അടച്ചേക്ക്. ഞാൻ റിസപ്ഷനിൽ കാണും. താൻ റെസ്റ്റ് എടുത്തോ. റൂം ലോക്ക് തുറന്ന് അവൾ ഉള്ളിലേക്ക് കയറിയത് ഇന്ദ്രൻ്റെ വാക്കുകൾ. യാമി നിറഞ്ഞ കണ്ണുകളോട് അവനെ നോക്കി. അവളിൽ നിന്നുമുള്ള ഒളിച്ചോട്ടം. യാമിക്ക് അത് കൃത്യമായി മനസ്സിലായി. അവൾ ഒന്നും പറയാതെ ആ ഡോർ അടച്ചതും ഇന്ദ്രൻ തിരിഞ്ഞു നടന്നു. യാമി ആ അടഞ്ഞ വാതിലിൽ ചാരി നിന്നു. സങ്കടം കൊണ്ട് കണ്ണും മനസ്സും ഒരുപോലെ നേറിപ്പോഞ്ഞു. കയ്യിലുണ്ടായിരുന്ന മെഡിസിൻ പാക്കറ്റും ഫയലും ശക്തിയിൽ വലിച്ചെറിഞ്ഞു. താഴെ ചിന്നിച്ചിതറിയ ആ മരുന്ന് ഷീറ്റുകൾ അവളെ നോക്കി പള്ളിയിലിക്കുന്ന പോലെ. യാമി വാപൊത്തി കരഞ്ഞു. എക്സ്ക്യൂസ് മീ. ഇന്ദ്രൻ റിസപ്ഷനിലേക്ക് നേരെ പോയത്. അവിടെ 3 പെൺകുട്ടികൾ പരസ്പരം സംസാരിച്ചിരിക്കുന്നുണ്ട്. ഇന്ദ്രൻ്റെ ശബ്ദം കേട്ടതേ അവരുടെ ശ്രദ്ധ അവനിലേക്കായി. യെസ് സാർ, പറഞ്ഞോളൂ. അതിലൊരു പെൺകുട്ടി പുഞ്ചിരിയോടെ അവനെ നോക്കി. ഇവിടെ അടുത്ത് തന്നെയല്ലേ അഡ്വക്കേറ്റ് വിശ്വേദിൻ്റെ ഓഫീസ്? ഇന്ദ്രൻ സംശയത്തോടെ തിരക്കി.
ഇവിടെ അടുത്തല്ല സർ, ഗുരുവായൂരാണ് അവരുടെ വീട്. അവിടെ തന്നെ VM പ്രൈവറ്റ് സൊല്യൂഷൻസിൽ സാറിൻ്റെ ഓഫീസുണ്ട്. ബട്ട് അവിടെ വേദു സാർ നേരിട്ട് അങ്ങനെ ഉണ്ടാവാറില്ല എന്നാണ് എൻ്റെ അറിവ്. അവൾ സൗമ്യമായി അവന് മറുപടി കൊടുത്തു. അപ്പോയിൻമെൻറ്റ് കിട്ടാൻ എന്ത് ചെയ്യണം അറിയുമോ? അതൊക്കെ കുറച്ച് ടാസ്ക്കാണ് സാർ. ഇപ്പോൾ നോക്കിയാൽ നെക്സ്റ്റ് മന്തിലൊക്കെ കിട്ടുമായിരിക്കും. ഓക്കെ, ഇവിടുന്ന് ഓഫീസിലേക്ക് എത്ര ദൂരം കാണും? ഇവിടുന്ന് 7 കിലോമീറ്റേഴ്സ്. പക്ഷേ അവിടെ പോയാൽ ജൂനിയേഴ്സിനെ കാണാനേ പറ്റൂ. അവരോട് സംസാരിച്ചിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കാണില്ല. അവനെക്കുറിച്ച് അറിവുള്ള പോലെ അവൾ വാചാലയായി. ഇറ്റ്സ് ഓക്കെ, എനിക്ക് ആ ലൊക്കേഷൻ ഒന്ന് കിട്ടുമോ? ഓ ഷുവർ സർ. ആ പെൺകുട്ടി അവൻ്റെ നമ്പറിലേക്ക് ലൊക്കേഷൻ സെൻഡ് ചെയ്തു. താങ്ക് യു. അതിനും അവൾ പുഞ്ചിരിയോടെ ഒന്ന് തലയിളക്കി. വേദ സാർ എന്ന് പറയുമ്പോൾ തേനൊലിക്കുന്ന കണ്ടോ അവൾക്ക്. അവൻ അങ്ങ് നീങ്ങിയതേ കൂടെ ഉണ്ടായിരുന്നവർ അവളെ കളിയാക്കി. അതെ, അതിന് നിങ്ങൾക്കെന്താ? ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എങ്ങാനും നറുക്ക് വീണാലോ? അവൾ അല്പം ഗമയോടെ അവരെ നോക്കി പുരുകമുയർത്തി. ഇപ്പോൾ കിട്ടും. ആ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് മോളെ. സാറിനെ കൊത്തിക്കൊണ്ട് പോകാൻ സാറിൻ്റെ സെയിം ഫീൽഡിലുള്ള പെൺകുട്ടികൾ ക്യൂ ആയിരിക്കും. അപ്പോഴല്ലേ ഒരു റിസപ്ഷനിസ്റ്റ്. ആ സംസാരം നീണ്ടുപോയി. അവരും നിർത്താൻ ഭാവമില്ലാതെ അവളെ കളിയാക്കിക്കൊണ്ടിരുന്നു. ആ സംസാരം ചെവിയോർത്തുകൊണ്ട് അങ്ങോട്ട് മാറി നിന്നവനിൽ വേദു മാരീഡല്ലെന്ന വിവരം ചെറുതല്ലാത്ത രീതിയിൽ ആശ്വാസം നിറച്ചു. എന്നിരുന്നാലും ഗൗരി, അച്ഛമ്മ പറഞ്ഞതും അവൾ വിവാഹിതയാണെന്നല്ലേ? ഋതു പറഞ്ഞതുപോലെ അത് കള്ളമാകുമോ? കള്ളമാണെങ്കിൽ തന്നെ അവൾ ഇങ്ങനെ ഞാൻ കണ്ടതല്ലേ. ഇനി മറ്റാരെങ്കിലും ആവുമോ അവളുടെ ഭർത്താവ്? അതും ഇത്രയും വലിയ ഫാമിലിയിൽ. ഗിരിമാമൻ്റെ പരിചയക്കാർ എന്നല്ലേ പറഞ്ഞത്? വിളിച്ചു തിരക്കിയാലോ? അങ്ങനെ ഒട്ടേറെ സംശയങ്ങൾ അവനിൽ മുളപൊട്ടി. അവൻ പുറത്തേക്കിറങ്ങി ആ കടലോരത്തേക്ക് നടന്നു. അവൻ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ആ സിമൻറ്റ് ബെഞ്ചിലേക്ക് ഇരുന്ന് മിഴികളടച്ചു. തീരം തൊട്ട് തിരികെ പോകുന്ന തിരമാലകൾ പോലെ ഒന്നിനു പുറകെ ഒന്നൊന്നായി ഗൗരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവനുള്ളിലും അലയടിച്ചുകൊണ്ടിരുന്നു. ജാനി മുറിയിലേക്ക് കയറി വന്നപ്പോഴേ കണ്ടു ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവളെ. അവൾക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. നീ ഒന്ന് ചോദിക്കൂ ജാനി. വന്നപാട് അച്ഛമ്മയുടെ അടുത്ത് വന്നിരുന്ന് പിന്നെ ഒന്നും മിണ്ടാതെ റൂമിലേക്ക് കയറിപ്പോയി. ആൾ അവിടെ നിന്ന് ഇറങ്ങിയത് മുതൽ ആകെ ഡസ്പാണ്. ആ കിടപ്പ് കണ്ടതും വേദ പറഞ്ഞതാണ് അവളുടെ ഉള്ളിലേക്ക് വന്നത്. എന്നാലും എന്ത് പറ്റിയതാവും എന്ന് അവൾ ചിന്തിക്കാതിരുന്നില്ല. ജാനി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ബാഗ് ഷെൽഫിലേക്ക് വെച്ച് മാറാനുള്ള ഡ്രസ്സും എടുത്ത് ഫ്രഷ് ആവാൻ കയറി. അവൾ ഇറങ്ങിയിട്ടും ഗൗരി അതേ കിടപ്പാണ്. ഗൗരിക്കുട്ടി ഉറങ്ങാണോ? എന്തായി പോയിട്ട്? പറഞ്ഞ വിശേഷങ്ങൾ കേൾക്കട്ടെ. ജാനി ബെഡിലേക്കിരുന്ന് അവളുടെ മുഖമൊന്ന് ഉയർത്തി. ഈശ്വര, കരഞ്ഞോ? എന്തിനിങ്ങനെ കരഞ്ഞത്? അവളുടെ കരഞ്ഞു ചുവന്ന കണ്ണും മുഖവും കണ്ട് ജാനി ഒരു ഞെട്ടലോടെ തിരക്കി. ഗൗരി കണ്ണൊന്ന് അമർത്തി തുടച്ച് എഴുന്നേറ്റ് ഹെഡ് റെസ്റ്റിലേക്ക് ചാരി. ഒന്നുമില്ല. അവൾ ജാനിയെ നോക്കാതെ തല കുമ്പിട്ടിരുന്നു. ഒന്നുമില്ലെന്നോ? വെറുതെ ആരെങ്കിലും ഇങ്ങനെ കരയുമോ? അംബികാൻ്റി എന്താ പറഞ്ഞേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഗൗരി? വാവാ? ഇല്ല, വാവയ്ക്കൊരു കുഴപ്പമില്ല. ജാനി വയറിൽ കൈ ചേർത്ത് ആശങ്കയോട് ചോദിച്ചു വന്നതേ ഗൗരി അവളെ തടഞ്ഞു. വിലങ്ങനെ തലയാട്ടി. പിന്നെന്താ? ഞാൻ അവിടെ ഇന്ദ്രേട്ടനെ ആരെയോ കണ്ട പോലെ തോന്നി, ഗൗരി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അപ്പം തന്നെ വിച്ചേട്ടനോട് പറഞ്ഞിരുന്നേൽ തിരികെ പോയി നോക്കാമായിരുന്നല്ലോ. എന്ത് പണിയാ ഗൗരി കാണിച്ചേ? ഞാൻ നോക്കി. അപ്പോഴേക്കും പുറംതിരിഞ്ഞു പോയിരുന്നു. പിന്നെ കൂടെ ആരോ ഉണ്ടായിരുന്നു. ആര്? ജാനിയുടെ പുരികക്കൊടികൾ ഒന്ന് ചുളിഞ്ഞു നിവർന്നു. അറിയില്ല, ഒരു സ്ത്രീ. പിന്നെ ഓർത്തപ്പോൾ അവിടെ വരുന്ന പ്രഗ്നൻ്റ് ആയവരില്ലേ? ഇന്ദ്രേട്ടൻ അവിടെ വരേണ്ട കാര്യമില്ലല്ലോ ഇത്രയും ദൂരം. അതുകൊണ്ടാ. എന്നാലും ഒരു സങ്കടം. കാണാൻ തോന്നുക ജാനി. സങ്കടം കൊണ്ട് അവളുടെ വാക്കുകൾ പോലും ഇടറിപ്പോയിരുന്നു. നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകൾ തുടരെ തുടച്ചുകൊണ്ട് അവൾ എങ്ങനെയോ പറഞ്ഞു തീർത്തു. ജാനിയുടെ ഉള്ളും ഒന്ന് ആന്തിപ്പോയി. ആ മനുഷ്യൻ ഇനി വേറെ കെട്ടിയോ ഈശ്വര? ജാനി ഗൗരിയെ വേദനയോടെ നോക്കി. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പാവം അതെങ്ങനെ സഹിക്കും? ഗൗരി പറഞ്ഞറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവൻ ഗൗരിയെ വേണ്ടെന്ന് പറഞ്ഞല്ലേ? എങ്കിൽ ഇന്ദ്രജിത്ത് അവളെ ചതിച്ചതാവില്ലേ ഈശ്വര? ജാനിയുടെ ചിന്തകളും കാട് കയറി. ഗൗരിക്ക് മുന്നിൽ ഇരുന്ന് വിയർത്തുപോയി അവൾ. അവളെ നോക്കാതെ എങ്ങോ നോക്കി കണ്ണീർ വാർക്കുന്നവളെ ജാനി സഹതാപത്തോടെ, അതിലേറെ നിസ്സഹായതയോടെ നോക്കി. ഒരു തോന്നലിൽ ജാനി ഗൗരിയെ ഇറുകെ പുണർന്നു. ഞങ്ങളൊക്കെ ഇല്ലേ ഗൗരിക്ക്? ഇനിയും ഇങ്ങനെ കരയല്ലേ? ഗൗരി കരഞ്ഞാൽ വാവയ്ക്ക് സങ്കടാവില്ലേ? എന്തൊക്കെയോ പറയാതെ പറഞ്ഞുകൊണ്ട് ജാനി അവളുടെ പുറത്തു തഴുകി. ആ ചേർത്ത് പിടിക്കലിൽ ഗൗരിയിലും ചെറിയ ആശ്വാസം നിറഞ്ഞു. ഗൗരിയെ തിരികെപ്പോയ ജാനിയെ കൂടി പുറത്തേക്ക് കാണാതായതും വേദ അവരുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. ഗൗരിക്ക് എന്ത് പറ്റിയെന്നറിയാതെ അവനൊരു സമാധാനവുമില്ല. ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പോലും പോവാതെ വീട്ടിൽ തന്നെ ഇരുന്നതാണവൻ. അവളുടെ നിറഞ്ഞ കണ്ണുകൾ എന്തിനോ അവനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അനുവാദം പോലും ചോദിക്കാതെ എങ്ങു നിന്നോ കയറി വന്നവൾ. ഈ കുറഞ്ഞ നാളുകൾ കൊണ്ടേ ആ പെണ്ണ് അവർക്കുള്ളിൽ അത്രമാത്രം വേരുറച്ചു പോയിരിക്കുന്നു. ജാനിയുടെ റൂമിൻ്റെ ഡോർ ഹാൻഡിലിൽ കൈവച്ചതേ പോക്കറ്റിൽ കിടന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തു. അവൻ ആ പിടിയിൽ നിന്ന് കൈയെടുക്കാതെ ഫോണിലേക്ക് നോക്കി. കിഷോർ, പറയൂ. സാർ, ആ കേസ് ഫയൽ സെൻഡ് ചെയ്തിട്ട് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ലല്ലോ. കിഷോർ അല്പം മടിയോടെ തിരക്കി.
കിഷോർ ഇറങ്ങിയോ? വേദിൻ്റെ മറുചോദ്യം. നോ സർ, റിപ്ലൈ വന്നിട്ട് ഇറങ്ങാമെന്ന് കരുതി. ഓക്കെ, കിഷോർ ഇറങ്ങിക്കോ. ടൈം ഒരുപാടായല്ലോ. ആ ഫയൽ ഞാൻ നോക്കിയേക്കാം, അവൻ തിടുക്കത്തോടെ പറഞ്ഞു. വേദിൻ്റെ മറുപടിയിൽ കിഷോറിൻ്റെ കണ്ണുകൾ ആശ്ചര്യത്തിൽ മിഴിഞ്ഞു. താങ്ക് യു സർ, അവൻ അതേ ആശ്ചര്യത്തോടെ പറഞ്ഞു നിർത്തി. സർ, വൺ മോർ തിങ്. സാറിനെ തിരക്കി ഒരാൾ വന്നിരുന്നു. കോൾ ഡിസ്കണക്റ്റ് ചെയ്യാൻ നേരം വീണ്ടും കിഷോറിൻ്റെ ശബ്ദം. അവൻ ദേഷ്യത്തിൽ കണ്ണൊന്ന് അടച്ചു തുറന്നുകൊണ്ട് ഫോൺ കാതിലേക്ക് തന്നെ വെച്ചു. ഡീറ്റെയിൽസ് വാങ്ങിയില്ലേ? നാളെ ഡിസ്കസ് ചെയ്യാം. വേദ ആ കോൾ അവസാനിപ്പിക്കാൻ തിടുക്കം കൂട്ടി. നോ സർ, കേസിൻ്റെ ആവശ്യത്തിനല്ല, നേരിട്ട് കാണണമെന്നാണ് പറഞ്ഞത്. വൺ മിസ്റ്റർ ഇന്ദ്രജിത്ത് ശ്രീധർ. ആ പേര് കേട്ടതേ വേദിൻ്റെ കൈകൾ ആ ഹാൻഡിലിൽ ഒന്ന് മുറുകി. നിമിഷ നേരം കൊണ്ട് അവൻ്റെ മുഖത്തെ ഭാവം മാറി. കണ്ണിൽ കനലെരിഞ്ഞു. ഇന്ന് വരെ നേരിൽ കണ്ടിട്ടില്ലാത്ത ഒരുവനോട് തോന്നിയ ശത്രുത. അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. സർ, കേൾക്കുന്നുണ്ടോ? വേദിൻ്റെ മറുപടി ഒന്നും ഇല്ലാതായതും കിഷോർ വീണ്ടും തിരക്കി. യെസ്, ലൊക്കേഷൻ അയച്ചേക്ക്, മോർണിംഗ് മീറ്റ് ചെയ്യാം. അവൻ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ആ കോൾ ഡിസ്കണക്ട് ചെയ്തു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. യാമി വെറുതെ ആ ബാൽക്കണിയിൽ കടലിലേക്ക് നോക്കിയിരുന്നു. ചെറിയ നിലാവും അവിടെ ഇവിടെയായി തെളിഞ്ഞു നിൽക്കുന്ന ബൾബിൻ്റെ വെളിച്ചവും. ആ നിലാ വെളിച്ചത്തിൽ മിന്നി തിളങ്ങുന്ന തിരമാലകൾ തീരം തൊട്ട് പിൻവാങ്ങുന്നുണ്ടെങ്കിലും കടൽ ശാന്തമാണ്. അവൾ ആദ്യമായാണ് രാത്രിയിൽ കടൽ കാണുന്നത്. കടൽ തീരത്തെ തണുത്ത കാറ്റ് അവളെ ഒന്നാകെ പൊതിഞ്ഞ് കടന്നു പോയിക്കൊണ്ടിരുന്നു. ചുട്ടുപൊള്ളുന്ന അവളുടെ ഉള്ളം തണുപ്പിക്കാൻ ആ കാറ്റിന് പോലും ശേഷിയില്ലായിരുന്നു. എന്തൊക്കെയോ ആഗ്രഹിച്ചു മോഹിച്ചുമാണ് അവൾ ഇന്നിവിടേക്ക് വന്നത്. ആ ഒരുവിന് തൻ്റെ സാന്നിധ്യം പോലും വീർപ്പ് മുട്ടിക്കുന്നുണ്ടെന്ന് അവൾ വേദനയോടെ ഓർത്തു. ഈശ്വര, ഞാനിനി എന്താ ചെയ്യുക? ഇന്ദ്രേട്ടനില്ലാതെ. യാമി കണ്ണുകൾ ഇറുകെ അടച്ചു. കണ്ണിൽ ചെറിയ പുകച്ചിലല്ലാതെ കണ്ണുനീർ പോലും വറ്റിപ്പോയിരിക്കുന്നു. ഡോർബെൽ മുഴങ്ങിയതും യാമി ഒരു നെടുവീർപ്പോടെ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. ഇത്ര നേരം കാണാതിരുന്നുകൊണ്ടാവും. ആരെന്ന് പോലും നോക്കാതെ അവൾ തിടുക്കത്തിൽ പോയി ഡോർ തുറന്നു. അവനെ കണ്ട നിമിഷം അവനിലേക്കൊന്ന് ചായാൻ കൊതിച്ചവൾ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പിറകിലേക്ക് നീങ്ങി നിന്നു. ഫുഡ്. ഇന്ദ്രൻ അകത്തേക്ക് കയറി കയ്യിലുള്ള കവർ ടേബിളിലേക്ക് വെച്ചു. ഷർട്ടിൻ്റെ 2 ബട്ടൺസ് അഴിച്ച് അവൻ തളർച്ചയോടെ സോഫയിലേക്കിരുന്നു. ഇന്ദ്രേട്ടൻ കഴിച്ചായിരുന്നോ? ആ പൊതി തുറന്ന് അതിൽ ഒരു കണ്ടെയ്നറേ ഉള്ളൂ എന്ന് കണ്ടതും യാമിക്ക് സങ്കടം വന്നു. അവൾ അവനെ നോക്കിക്കൊണ്ട് തിരക്കി. വേണ്ട, വിശപ്പില്ല. അവൻ കണ്ണുകളടച്ച് സോഫയിലേക്ക് ചാരിക്കിടന്നു. എങ്കിൽ എനിക്കും വേണ്ട. തുറന്ന കണ്ടെയ്നർ അതുപോലെ അടച്ചു വെച്ചു യാമി. കഴിക്കുക യാമി, മെഡിസിൻ കഴിക്കേണ്ടതല്ലേ? ഇന്ദ്രൻ അതേ ഇരിപ്പിൽ പറഞ്ഞതും യാമി അവനെ തുറച്ചു നോക്കി. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്തിന്? യാമി ശബ്ദം താഴ്ത്തി ചോദിച്ചു. അവൾ തൊട്ടുമുന്നിൽ ഉണ്ടെന്ന് തോന്നി. ഇന്ദ്രൻ കണ്ണ് തുറന്ന് അവളെ നോക്കി. പറയ് ഇന്ദ്രേട്ടാ, എന്തിനു ഞാൻ മെഡിസിൻ കഴിക്കേണ്ടത്? ആർക്കു വേണ്ടിയാണ് കഴിക്കേണ്ടത്? ഒട്ടും പ്രതീക്ഷിക്കാതെ യാമിയുടെ ശബ്ദം വല്ലാതെ ഉയർന്നു. ദേഷ്യമോ സങ്കടമോ വാശിയോ അങ്ങനെ എന്തെല്ലാമോ നിറഞ്ഞു നിൽക്കുന്ന അവളുടെ മുഖം. ഇന്ദ്രൻ മറുപടി പറയാതെ ഒരു ഞെട്ടലോടെ അവളെ നോക്കി. തുടരും.